അപ്പോൾ ഇന്ന് ഞാൻ ഒരു ചെറിയ ഡേ മൈ ലൈഫാണ്, ഹാഫ് ഡേ മൈ ലൈഫ് എന്ന് പറയാം. പകുതി പണി കഴിഞ്ഞു. അതാ രാവിലെ ദോശയാണ്, അട നമ്മുടെ പഴമില്ലേ, ഏത്തപ്പഴമൊക്കെ വെച്ചിട്ടുള്ള അട റെസിപ്പി ഇട്ടിട്ടുണ്ട്, അതായിരുന്നു. പിന്നെ കൊത്തമ്പര തോരൻ വെക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തിനോ ഞാൻ പോയതാട്ടോ. എന്തിനാണത്? അതിൻ്റെ റൈസ് കുക്കർ എടുക്കാനായിട്ട്. അപ്പോൾ ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ടെൻഷനില്ല, നമുക്ക് ഗ്യാസ് ലാഭിക്കാം. ഒത്തിരി നേരം ഇങ്ങനെ തിളപ്പിച്ച് വേവിക്കണ്ട, നന്നായിട്ട് തന്നെ ചോറ് കിട്ടുകയും ചെയ്യും. അപ്പോൾ റൈസ് കുക്കറൊക്കെ എടുത്ത് ഞാൻ കഴുകി വെക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് അടച്ചു വെക്കും. മറ്റു വേവനുസരിച്ചാണ് ഇരിക്കണേ. ചിലത് 1 മണിക്കൂർ, ചിലതൊരു 3/4, അങ്ങനെയൊക്കെ ഒരു 45 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും. അപ്പോൾ തിളയ്ക്കണത് നോക്കി നിൽക്കുവാണ്. അഞ്ചെണ്ണം വൃത്തിയാക്കി വെച്ചേക്കണ കൊത്തമ്പരി എടുത്തിട്ട് പോയിട്ട് എനിക്ക് കുഞ്ഞായിട്ട് അരിയണം. അപ്പോൾ തിളച്ചു. അപ്പോൾ പൊക്കത്താണ് വെക്കണത്, ഉണ്ണിയളപ്പുള്ളത് കൊണ്ട് അടച്ചു വെച്ചു. കൊത്തമ്പരി അരിയാനായിട്ട് എടുത്തുകൊണ്ട് പോവാട്ടോ. കുറച്ച് സമയമുണ്ട് അരിയാനായിട്ട്. അപ്പോൾ അതേ കുഞ്ഞാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒത്തിരി ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് പെട്ടെന്ന് അരിഞ്ഞ് കഴിഞ്ഞു. കൊത്തമ്പരി അത്. പിന്നെ ചീനച്ചട്ടിയിൽ കടുകിട്ടില്ല, എണ്ണ ഒഴിച്ച് സവാള, വെളുത്തുള്ളി, പിന്നെ കുത്തിപ്പൊടി മുളക് ഉണ്ടായിരുന്നില്ല, നമ്മുടെ പച്ചമുളക്. അപ്പോൾ അതിനൊരു ഞാൻ കട്ട് ചെയ്ത് ചെറുതായിട്ടിട്ടു. എന്നിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടു. നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഉപ്പും കുറച്ചിടാം കേട്ടോ. അത് മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന കൊത്തമ്പരി ഉണ്ടല്ലോ, അതിടാം. നന്നായിട്ട് ആ മുളകിൻ്റെ ഒക്കെ പച്ചക്കുത്ത് പോകണ വരെയിട്ടൊന്ന് ഇളക്കണം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാവും. എന്നിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന കൊത്തമ്പര. അപ്പോൾ ഹസ്ബൻഡിനുള്ളത് ആൾ കൊണ്ടുപോയി. ഞാൻ ആൾക്ക് പുലാവ് ഉണ്ടാക്കി കൊടുത്തു വിട്ടു, കോളിഫ്ലവറൊക്കെ വെച്ചിട്ട്. അപ്പോൾ എനിക്കും പിന്നെ ഹസ്ബൻഡിൻ്റെ അച്ഛൻ്റെ ചേച്ചി ഞങ്ങളുടെ കൂടെ ഉണ്ട്. അപ്പോൾ ആളും ഉള്ളു. അപ്പോൾ അവർക്കുള്ള ഫുഡാണ് ഞാൻ ഉണ്ടാക്കണേ. കുഞ്ഞോളം ഇത് കഴിക്കില്ല, അപ്പോൾ വല്ല മുട്ടയോ പപ്പടമൊക്കെ ആക്കിയിട്ട് അവർക്ക് കൊടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട കേട്ടോ. ആ എണ്ണയ്ക്കകത്ത് കിടന്നത് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിൽ അതായിക്കോളൂ കേട്ടോ. ഉപ്പിട്ട് നമ്മൾ നന്നായിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക, തോരനുണ്ടാക്കണ പോലെ തന്നെ. ഞാൻ പുറത്തോട്ടൊന്ന് നോക്കിയതാ, എന്ത് വെയിലാന്നൊക്കെ, പൊള്ളണ വെയിലാട്ടോ. പക്ഷേ ഈവനിങ്ങിൽ ആകുമ്പോൾ നല്ല രസം, നല്ല തണുപ്പും ഒക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചോറ് വെന്തോന്ന് നോക്കുവാണ്. ഇത് ഞാനിപ്പോൾ ആദ്യമായിട്ട് വെക്കണത് ഈ റൈസ്. അപ്പോൾ ഇതിൻ്റെ വേവ് എനിക്ക് എങ്ങനെ നടന്നില്ല. ഒരു 45 മിനിറ്റായിട്ട് നോക്കി ആയിക്കുക. അപ്പോൾ അതിനൊരു 10 മിനിറ്റോടെ ഇരിക്കണം.